ഹരി ഓം. ഭാഗവതം, ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 4-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ ഷഷ്ഠസ്കന്ധേ ചതുർത്ഥോധ്യായഃ. രാജോവാച ദേവാസുരനൃണാം സർഗോ നാഗാനാം മൃഗപക്ഷിണാം സാമാസികസ്ത്വയാ പ്രോക്തോ യസ്തു സ്വായംഭുവേന്തരേ തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവൻ യഥാ അനുസർഗം യയാ ശക്ത്യാ സസർജ ഭഗവാൻ പരഃ. ദേവാസുരനൃണാം സർഗോ നാഗാനാം മൃഗപക്ഷിണാം സാമാസികസ്ത്വയാ പ്രോക്തോ യസ്തു സ്വായംഭുവേന്തരേ തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവൻ യഥാ അനുസർഗം യയാ ശക്തിയാ സസർജ ഭഗവാൻ പരഃ. ഇത് 4-ാം അധ്യായത്തിൽ ആ കഥ, അജാമളൻ്റെ കഥയെല്ലാം അവിടെ തീർന്നു. പിന്നെ സ്വയംഭുവ പുത്രനായ പ്രിയവ്രതൻ്റെ വംശവിസ്താരമാണ് ഇനിയിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 54 59 അത്രയും ശ്ലോകങ്ങളുണ്ട്. 50-ന് മുകളിൽ ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഇത് 3ആയിട്ടൊക്കെ ഇടാൻ പറ്റൂ. അത് കഥ അത് പറയേണ്ടതിൻ്റെ പ്രാധാന്യമുള്ളതാണെങ്കിൽ പറഞ്ഞല്ലേ പറ്റൂ. യജാമളൻ്റെ കഥ നമ്മൾ ഇച്ചിരി വിസ്തരിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ആകണമെന്നില്ലിത്. ദേവാസുരനൃണാം സർഗോ നാഗാനാം മൃഗപക്ഷിണാം സ്വയംഭുവേന്തരേ അത് പറഞ്ഞല്ലോ. സ്വയംഭുവ മന്വന്തരത്തിൽ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, നാഗങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, അതുപോലെ സൃഷ്ടി ഒക്കെ എല്ലാം പറഞ്ഞല്ലോ. അതുപോലെ സർവജ്ഞ, എല്ലാം അറിയാവുന്നവനെ, സർവജ്ഞ, എല്ലാം തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും എന്ന് പറയുന്നുണ്ട് അല്ലയോ ഭഗവാനെ. വ്യാസം വിസ്താരത്തെ ഇച്ഛാമി, വ്യാസം എന്ന് വെച്ചാൽ വലിപ്പം, വിസ്താരം അങ്ങനെയല്ലേ വ്യാസം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത്. അതാ വ്യാസം. വ്യാസനെ സംബന്ധിച്ചല്ല ഇവിടെ വിസ്താരത്തെ അങ്ങയിൽ നിന്ന് ജ്ഞാതും അറിവാനായിട്ട് ഇച്ഛിക്കുന്നു. രാജാവ് പറയുന്നതാണ്. അത് പരീക്ഷിത് രാജാവ് ആരോടാ ചോദിക്കുന്നത്? ശുഗനോടാണ് ചോദിക്കുന്നത്. അപ്പം അവിടെ വ്യാസനെ ഭഗവാനെ കാര്യമൊന്നുമില്ല കേട്ടോ. വ്യാസ എന്ന് കാണുമ്പോൾ വ്യാസൻ്റെ കാര്യമൊന്നും ഓർക്കണ്ട. ആ വലിപ്പത്തെക്കുറിച്ച്, വിസ്താരത്തെക്കുറിച്ച് അങ്ങയിൽ നിന്ന് ജ്ഞാതും, ജ്ഞാനം, അറിവ്, അത് അറിയാനായിട്ട് ഇച്ഛാമി, ഞാൻ ഇച്ഛിക്കുന്നു. ചമി അപ്പോൾ ഞാൻ ഇച്ഛിക്കുന്നു. ആ ഭഗവാനായ പരമാത്മാവ് യാതൊരു ശക്തി കൊണ്ട് എങ്ങനെയാണ് ഈ സർഗത്തെ ഇങ്ങനെയുള്ളതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വയംഭവമനു ആ വംശവിസ്താരവും അതുപോലെയുള്ള നരക വിവരണവും എല്ലാം കഴിഞ്ഞ് നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം കേട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉത്ഥാനപാത, അതായത് സ്വയംഭവമനുവിൻ്റെ 3 പുത്രിമാരും 2 പുത്രന്മാരും, പ്രിയവ്രതനും ഉത്ഥാനപാതയും. പ്രിയവ്രതൻ്റെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും ഉത്ഥാനപാതൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളത്. സൂത ഉവാച ഇതി സംപ്രശ്നമാകർണ്യ. ഇവിടെ ഈ സൂത ഉവാച എവിടെയാണ് പറയുന്നത്? സൂതനാണ് ഇത് ശൗനകാദികളോട് പറയുന്നത് അല്ലേ? അത് ഓർക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞത് സൂതൻ ശൗനകാദികളോട് പറഞ്ഞു കൊടുക്കുക. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത കഥ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനകത്ത് ഒരുപാട് വിതുരമൈത്രേയ സംവാദം കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നേരിട്ടുള്ളത് കഴിഞ്ഞു. അജാമളൻ്റെ കഥ നേരിട്ട് തന്നെ പറയുന്നതായിട്ടാണ്. പിന്നെ അപ്പോഴും സൂതനാ പറയുന്നത് ഇങ്ങനെ രാജാവ് പറഞ്ഞെന്നും പിന്നെ അജാമളൻ ഇങ്ങനെയുള്ള ആളായിരുന്നെന്നും അത് കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൂത ഉവാച ഇത് സംപ്രശ്നമാകർണ്യ രാജർഷേർ ബാദരായണി എന്ന് പറഞ്ഞാൽ ഇവിടെ ശുഗൻ അല്ലേ? ദാശരഥി എന്ന് പറഞ്ഞാൽ രാമൻ. അപ്പം പുത്രൻ എന്നുള്ള ബാദരായണൻ്റെ പുത്രൻ ബാദരായണി ശുഗൻ രാജർഷി. അതുകൊണ്ട് ഇപ്രകാരമുള്ള ചോദ്യത്തെ ശ്രീശുഗൻ ആകർണ്യ കേട്ടിട്ട് അതൊക്കെ കേട്ട് നന്നായിട്ട് അഭിനന്ദിച്ചു. ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കൊള്ളാം, നന്നായി, എനിക്ക് തോന്നിയത് നന്നായി എന്ന് പറഞ്ഞിട്ട് ജഗാത പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞു. ശ്രീശുഗോവാച ഒന്നുകൂടെ വായിക്കണത്. ഇതി സംപ്രശ്നം ആകർണ്യ രാജർഷേർ ബാദരായണി പ്രതിനന്ദ്യ മഹായോഗി ജഗാത മുനിസത്തമാന്നിട്ടുണ്ട് കേട്ടോ. മുനിസത്തമാഹ. അതെ,
അത് എന്താ ബഹുവചനം അതാ മുനിസുത്തമാഹ എന്ന് വന്നത് എന്ന് വെച്ചാൽ മുനിശ്രേഷ്ഠൻ, അല്ലയോ മുനിശ്രേഷ്ഠന്മാരേ എന്ന് വിളിച്ചതാണ്. ശ്രീശുക ഉവാച യഥാ പ്രചേതസപുത്ര ദശ പ്രാചീനബർഹിഷഃ അന്തസമുദ്രാത് ഉന്മഗ്ന ദദൃശുർഗാം ദ്രുമൈർവൃതാം ദ്രുമേഭ്യ ക്രുധ്യമാനാസ്തേ തപോ ദീപിതമന്യവഃ മുഖതോ വായുമഗ്നിം ച സസൃജുസ്തദ്ദിധിക്ഷയാ സസൃജുത് തദ്ദിധക്ഷയാ സസൃജു തത് ദിധക്ഷയ വാക്കുകളൊന്ന് എഴുതിക്കോ അവിടെ. സസൃജു സൃഷ്ടിച്ചു, തത് ദിധക്ഷയ എന്നാണ്. അവയെ ദഹിപ്പിക്കാനുള്ള ആഗ്രഹത്താൽ ദിധക്ഷയ. സസൃജു തത് സസൃജുഹു ആണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അസ വന്നിരിക്കുന്നത്, അതങ്ങ് വെട്ടിയിട്ട് തദ്ദിധക്ഷയ എന്നങ്ങ് വായിച്ചാൽ മതി. പ്രാചീന ബർഹിസിൻ്റെ ആ 10 പുത്രന്മാർ, ദശപുത്രന്മാരായ പ്രതേജസ്സുകളുണ്ടല്ലോ, അവർ ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ മേൽപോട്ട് അവിടെ അന്ന് മധ്യത്തിൽ നിന്ന് ഉയർന്നു വന്നവരായിട്ട് ഗാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമി എന്ന് അർത്ഥമെടുക്കണം. ദ്രുമൈവൃതം വൃക്ഷങ്ങളാൽ മൂടപ്പെട്ടതായിട്ട് കണ്ടു. അവർ നോക്കിയപ്പോൾ ഒന്നുമില്ല, ഭൂമിയിലൊന്നുമില്ല, കുറേ വൃക്ഷങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. യഥാ ദദൃശു കണ്ടപ്പോൾ, എദൃശ്യമായിട്ട് അത് ദദൃശു എന്ന് പറഞ്ഞാൽ കണ്ടുന്ന ദൃശ്യം, ദൃശു കണ്ടു. തപോ ദീപിതമന്യവഃ, അതുകൊണ്ട് തപസ്സോടു കൂടിയാണ് അവരിയ്ക്കുന്നത്. ഈ ഇവർ പിന്നെ നമ്മുടെ പ്രചേതസ്സുകൾ ഒറ്റ പേരല്ലേ അവർക്ക്, 10 പേർക്ക് ഒറ്റ പേരാണ് പ്രചേതസ്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവർ തപസ് കൊണ്ട് നല്ല ഇതായിട്ടുള്ളവരാണ്, ക്രോധത്തോടു കൂടിയവരും ദ്രുമേഭ്യ വൃക്ഷങ്ങൾക്ക് നേർക്ക് ക്രോധിക്കുന്നവരായിട്ട് അവയെ ദഹിപ്പിക്കുവാനുള്ള ആഗ്രഹം, എല്ലാം കരിച്ചു കളയാനുള്ള ആഗ്രഹത്താൽ മുഖത്തിൽ നിന്നും വായുവിനെയും അഗ്നിയെയും സൃഷ്ടിച്ചു. രണ്ടും കൂടി ഉണ്ടെങ്കിൽ കാട്ടുതീ അങ്ങ് പടർന്നു പിടിക്കുമല്ലോ, സൃഷ്ടിച്ചു. ദ്രുമേഭ്യ ക്രുധ്യമാനാസ്തേ തപോ ദീപിതമന്യവഃ മുഖതോ വായുമഗ്നിം ച സസൃജു തദ്ദിധക്ഷയ. അതിനകത്തൊന്നും തിരുത്താനൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, യഥാ പ്രചേതസപുത്ര, അവിടെ നിർത്തുക. ദശ പ്രാചീന ബർഹിഷഃ അന്തസമുദ്രാത് ഉന്മഗ്ന ദദൃശുർഗാം ദ്രുമൈർവൃതാം, ദ്രുമം കൊണ്ട് ആവൃതമായിരിക്കുന്ന ഭൂമിയെ കണ്ടിട്ട് ക്രുദ്ധരായിട്ട് അവരെ ദഹിപ്പിക്കാൻ തക്കവനും കാറ്റിനെയും അഗ്നിയെയും സൃഷ്ടിച്ചു. താഭ്യാം നിർദഹ്യമാനാൻ താൻ, അവിടം വരെ മാനാംസ്ഥാൻ, അങ്ങനെ വായിച്ചോ, മാനാംസ്ഥാൻ. താഭ്യാം നിർദഹ്യമാനാംസ്ഥാൻ ഉപലഭ്യ കുരുദ്വഹ രാജോവാച മഹാൻ സോമോ മന്യും പ്രശമയന്നിവ. താഭ്യാം നിർദഹ്യമാനാംസ്ഥാൻ ഉപലഭ്യ കുരുദ്വഹ രാജോവാച മഹാൻ സോമോ മന്യും പ്രശമയന്നിവ. താഭ്യാം നിർദഹ്യമാനാംസ്ഥാൻ എന്നെഴുതുക. എന്നിട്ട് അവിടെ അത് താൻ എഴുതിയിട്ട് ന്യൂ വെട്ടിയിട്ട് ഉപലഭ്യ എന്നാക്കണം. താഭ്യാം 2 പേരാൽ നിർദഹ്യമാനാൻ, അതായത് വായുവിൻ അഗ്നിയും കൊണ്ട് ദഹിപ്പിക്കാനായിട്ട് പെടുന്ന താൻ ആ വൃക്ഷങ്ങളെ ഉപലഭ്യ കണ്ടിട്ട് കുരുദ്വഹ, അല്ലയോ കുരു ശ്രേഷ്ഠ എന്ന കുരുദ്വഹ. അത് പരീക്ഷിത് രാജാവിനെ വിളിക്കുന്ന. പരീക്ഷിത് രാജാവ് കുരുവംശത്തിലുള്ളവരാണല്ലോ. പാണ്ഡവരുടെ പുത്രനാണെങ്കിലും കൗരവരെ എന്ന് ദുര്യോധനാദികളെ വിളിച്ചിരുന്നെങ്കിലും പാണ്ഡവരും കുരു കൗരവ വംശത്തിൽ തന്നെയുള്ളവരാണ്. അവരെ പാണ്ഡവരെന്ന് അന്നത്തെ സാഹചര്യത്തിൽ ആ കഥയ്ക്കകത്ത് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. കുരു എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം പ്രപിതാമഹനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതാണ് കുരുദ്വഹ എന്ന് വിളിക്കുന്നത്. മഹാരാജാവായ സോമൻ മഞ്ഞും കോപത്തെ ശമിപ്പിക്കുന്നവനായിട്ട് ചന്ദ്രൻ എല്ലാത്തിനെയും ശീതളിമ കൊണ്ട് ഒന്ന് കുറയ്ക്കും. കോപത്തെ ശമിപ്പിക്കുന്നവനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഉവാച പറഞ്ഞു. രാജോവാച രാജാവായ ചന്ദ്രൻ, മഹാനായ സോമൻ എന്ന ആ മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. ദേഷ്യത്തെ ശമിപ്പിക്കാനായിട്ട് ഇപ്രകാരം പറഞ്ഞു. മാതൃമേഭ്യോ മഹാഭാഗ ദീനേഭ്യോ ദ്രോഗ്ധുമർഹത വിവർദ്ധ ഇഷവോ യൂയം പ്രജാനാം പതയസ്മൃതാഹ. മാതൃമേഭ്യോ മഹാഭാഗ, അവിടെ നിർത്തുക. ദീനേഭ്യോ ദ്രോഗ്ധുമർഹത
വിവർദ്ധയിഷവോ യൂയം പ്രജാനാം പതയ സ്മൃത. അതുകൊണ്ട് ഈ ചന്ദ്രൻ്റെ വാക്കുകളാണ് ഇനിയും പറയുന്ന 9 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദേഷ്യത്തെ ശമിപ്പിക്കാൻ പ്രചേതസ്സുകളോട് ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് 9 ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് മഹാഭാഗന്മാരായിട്ടുള്ളവനെ, സമർത്ഥരായിട്ടുള്ളവനെ, ദീനങ്ങളായ വൃക്ഷങ്ങളുടെ നേരെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട് ചെയ്യുന്നത്? അതൊന്നും നിങ്ങൾക്ക് അത് അർഹമല്ല. അത്രയും വലിയ ജ്ഞാനികളും തപസ്വികളുമായിട്ട് നിങ്ങൾ ചെയ്യരുത്, അർഹരല്ല. പ്രജകളുടെ വൃദ്ധിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾ അവരെ പാലിക്കുന്നവരായിട്ട് ഇരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവരെ സമീപിക്കരുത്. വൃക്ഷങ്ങൾ അങ്ങനെ ഉണ്ടായിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല. അഹോ പ്രജാപതി പതിർ അവിടെ നിർത്തണം. ഭഗവാൻ ഹരിരവ്യയ വനസ്പതീനോഷധീശ്ച സസർജോർജം ഇഷം വിഭുഃ. വനസ്പതീനോഷധീശ്ച സസർജോർജമിഷം വിഭുഃ. ഔഷധികളെയും ഊർജം, പിതൃക്കൾക്കും ഉള്ള അന്നത്തെയും അത് പരമ്പരകളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ അന്നത്തെയും ഇഷം ദേവന്മാർക്കുള്ള അന്നത്തെയും സസർജ സൃഷ്ടിച്ചു. അതാണ് പറഞ്ഞത്. ഹരി, അതായത് മഹാവിഷ്ണു, ഈ ലോകത്തെ പരിപാലിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണു വൃക്ഷങ്ങളെയും, വനസ്പതി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളെന്നാണ് കേട്ടോ, വനങ്ങളുടെ പതി, വനത്തിലുള്ള ആളല്ലേ, അവരുടെ പതിയാണ് വൃക്ഷങ്ങൾ. ഔഷധങ്ങൾ, ഊർജം, പിതൃക്കൾക്കുള്ള അന്നത്തെയും ഇഷം ദേവന്മാർക്കുള്ള അന്നത്തെയും, ഇഷം എന്നാണ് ദേവന്മാർക്കുള്ള അന്നത്തിൻ്റെ പേര്, സസർജ സൃഷ്ടിച്ചു. ആര്? ശ്രീഹരിയാണ് സൃഷ്ടിച്ചത്. അന്നം അതിനകത്തൊന്നുമില്ല കേട്ടോ. വനസ്പതീനോഷധീശ്ച സസർജോർജം ഇഷം വിഭു. അങ്ങനെ വായിക്കേണ്ടവരങ്ങനെ സസർജോർജം എന്ന് വായിച്ചിട്ട് ഇഷം എന്ന് വേണേൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഒന്നിച്ച് പറയാം. സസർജോർജം ഇഷം എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു. അന്നം ചരാണാം അചര. അന്നം ചരാണാം അചര അവിടം വരെ നിർത്തുക. ഹ്യപദ പാദചാരിണാം ഹസ്തയുക്താനാം ദ്വിപദാം ചതുഷ്പദഃ. അന്നം ചരാണാം അചര. അന്നം ആർക്കൊക്കെയാ? ചരങ്ങൾക്കും അചരങ്ങൾക്കും, പാദങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്നവരും പാദമില്ലാത്തവരും, കൈകളുള്ളവർക്കും, കൈകളില്ലാത്തവയും, ദ്വിപദം 2 പാദങ്ങളുള്ളവർക്കും, ചതുഷ്പദം 4 കാലുള്ളവർക്കും അന്നം എല്ലാവർക്കും വേണ്ടതാണെന്ന്. അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും മനസ്സിലാക്കാനില്ല, പദം പിരിക്കാനുമില്ല. യൂയം ച പിത്രാന്വാദിഷ്ട. അന്വാദിഷ്ട. പിതാവിനാലും അതിന് മുമ്പുള്ളതാ ച. അന്വാദിഷ്ട എന്നാണ് ആ വാക്ക് കേട്ടോ. യൂയം ച പിത്രാന്വാദിഷ്ട. യൂയം ച പിത്രാന്വാദിഷ്ട. യൂയം ച പിത്രാന്വാദിഷ്ട ദേവേന ചാനഘ പ്രജാസർഗായ ഹി കഥം വൃക്ഷാൻ നിർദഗ്ധുമർഹത. പാപം അഖം പാപം അനഘാഹ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവരെ, ദേവദേവേന ഈശ്വരനാലും പിതാവിനാലും ഇടയ്ക്ക് വന്നുകൊണ്ട് എന്നുള്ള അത് വന്നത് പ്രജാസൃഷ്ടിയെ കൊണ്ട് ആജ്ഞാപിക്കപ്പെട്ട യൂയം നിങ്ങൾ വൃക്ഷങ്ങളെ ദഹിപ്പിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? അത് നേരത്തെ സൃഷ്ടിച്ചതല്ലേ, ഭഗവാനാണ് സൃഷ്ടിച്ചതല്ലേ, അതെങ്ങനെ നിങ്ങളെ കൊണ്ടത് ദഹിപ്പിച്ച് കളയാൻ സാധിക്കും? ആദിഷ്ട സദാ മാർഗം കോപം യച്ഛത ദീപിതം പിതാമഹേനാപി ജുഷ്ടം വ പ്രപിതാമഹൈഹി. ആദിഷ്ഠത സദാ മാർഗം അവിടം വരെ നിർത്തുക. കോപം യച്ഛത ദീപിതം പിതാമഹേനാപി ജുഷ്ടം വ പ്രപിതാമഹൈഹി. നിങ്ങളുടെ പിതാവിനാലും അവരുടെ ആ പിതാമഹൻ്റെ അച്ഛനാലും അതിൻ്റെ പിതാവിനാലും, അതാണ് 2-3 തലമുറയ്ക്ക് മുമ്പ്, 3-4-5 തലമുറ മുമ്പുള്ളവരെ
സേവിക്കപ്പെട്ട ആ മാർഗം, അതായത് നല്ല മാർഗം, സന്മാർഗത്തെ നിങ്ങൾ ആശ്രയിച്ചിരിക്കുവിൻ. അത് ദീപിതം കോപം, ആ ദീപിതം എന്ന് പറഞ്ഞാൽ ഉജ്ജ്വലിച്ച് നിൽക്കുന്ന, ആ കത്തി നിൽക്കുന്നതായ ഈ കോപത്തെ യച്ഛത അടക്കുവിൻ. കോപത്തെ അടക്കുവിൻ. ആരാ പറയുന്നത്? ചന്ദ്രൻ. തോകാനാം പിതരൗ ബന്ധു ദൃശപക്ഷ്മ സ്ത്രീയാപതി പതിപ്രജാനാം ഭിക്ഷൂണാം ഗൃഹ്യജ്ഞാനാം ബുധ സുഹൃത്. തോകാനാം എന്ന് പറഞ്ഞാൽ ബാലന്മാർ. ഈ ലോകത്തിലെ ബാലന്മാർക്ക് അമ്മയച്ഛന്മാരും കണ്ണിന് കൺപോളകളും സ്ത്രീക്ക് ഭർത്താവും സന്യാസികൾ ഗൃഹസ്ഥാശ്രമിയും അറിവില്ലാത്തവർക്ക് അറിവുള്ളവൻ വിദ്വാനും എങ്ങനെയാണോ ഇഷ്ടമായിരിക്കുന്നത് അവർക്ക് വേണ്ടത്, എങ്ങനെയാണോ അവർ തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധു, അതുപോലെ പ്രജകൾക്ക് രാജാവും ബന്ധുവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോകാനാം പിതരവും ബന്ധു, കുറ്റു ബാലന്മാർക്ക് അച്ഛനമ്മമാർ മാതാപിതാക്കൾ ബന്ധുവാണ്. അതുപോലെ തന്നെ ദശപക്ഷ്മ സ്ത്രീയാ പതിഹി, ഭാര്യയ്ക്ക് സ്ത്രീക്ക് പതി എല്ലാമാണ്. കൺപോളയ്ക്ക് പക്ഷ്മ, ദൃശപക്ഷ്മ, കണ്ണിന് അതിൻ്റെ കൺപോളകൾ അത്രയും പ്രിയപ്പെട്ടതാണ് എന്നും പറഞ്ഞ പോലെയാണ് ഈ പ്രജകൾക്ക് രാജാവും ബന്ധുവാണ്. അപ്പം ഇവിടെ ആരാണ് ഈ വൃക്ഷങ്ങൾക്ക് സൃഷ്ടിച്ച ആൾ അത്രയും ഇതായിട്ട് സൃഷ്ടിച്ചത് ഇതായിട്ടുള്ള മഹാവിഷ്ണുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ വൃക്ഷങ്ങളെ ദഹിപ്പിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അന്തർദേഹേഷു ഭൂതാനാം എന്നിട്ട് മാ വെട്ടിയിട്ട് ആത്മാസ്തേ ഹരിരീശ്വര. ഭൂതാനാം ആത്മാസ്തേ ഹരിരീശ്വര സർവം ദധിക്ഷ്ണ്യമീക്ഷധ്വം. ഈക്ഷധ്വം പിന്നെ മേ വെട്ടിയിട്ട് ഏവം നാക്കുക. ഏവം വസ്തോഷിതോ ഹി അസൗ. ചരങ്ങളും അചരങ്ങളുമായ ഇതെല്ലാം ഉള്ള ശരീരമധ്യത്തിൽ എല്ലാം ചെയ്യുവാനായിട്ട് സമർത്ഥനും സർവ്വയിടത്തും നിറഞ്ഞിരിക്കുന്നതും ആയ ഹരി ആത്മസ്വരൂപേണ വസിക്കുന്നു. ഇവിടെ നമ്മുടെ ശരീരത്തിലും സർവവും ഭഗവാന്റെ ഇതെല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഹരിയുടെ വാസഭവനമാണെന്ന് നിങ്ങൾ കാണുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ഹരിയുടെ വാസഭവനം. അതങ്ങനെ ഉള്ള ആ ശ്രീഹരിയാൽ സന്തോഷിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം നിങ്ങളെങ്ങനെ നശിപ്പിക്കും? നിങ്ങൾ വായിക്കണോ? അന്തർദേഹേഷു ഭൂതാനാം പിന്നെ ആത്മാസ്തേ ഹരിരീശ്വര സർവം ദധിക്ഷ്ണ്യമീക്ഷധ്വം ഏവം വസ്തോഷിതോ ഹി അസൗ. യ സമുത്പതിതം ദേഹ ആകാശാൻ മന്യമുൽബണം ആത്മജിജ്ഞാസയാ യച്ഛേത് സ ഗുണാൻ അതിവർത്തതേ. യ സമുത്പതിതം ദേഹ ആകാശാൻ മന്യുമുൽബണം. ആകാശാൻ പറഞ്ഞിട്ട് മന്യു എന്ന് വേറെ പറഞ്ഞു, അതാണ് ഒന്നിച്ചെഴുതിയിരിക്കുന്നതാണെങ്കിൽ ആത്മജിജ്ഞാസയാ യച്ഛേത് സ ഗുണാൻ അതിവർത്തതേ. ഗുണാൻ അതിവർത്തതേ എന്ന് ആക്കണം. ഈ കോപത്തെ സകലരും അടക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ സാമാന്യേന എല്ലാവരും പറയുന്നതാണ് ഈ കോപം ഉണ്ടാകരുതെന്ന്. ദേഹത്തിൻ്റെ അന്തർഭാഗത്ത്, അതായത് ഹൃദയഗുഹയിൽ ഈ പുറപ്പെടുന്ന ആ കോപം ഇല്ലേ, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് കോപം വരുന്നത്. നമുക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മനസ്സിലാകാതെ അങ്ങ് ആലോചിച്ചാൽ ബുദ്ധിയിൽ നിന്നല്ല അത് വരുന്നത്, നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്, ആ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ആ ഭയങ്കരമായ ആ ക്രോധത്തെ യാതൊരുവനാണോ അടക്കുന്നത് അവനാണ് ആത്മാവിനെ അറിവാൻ ആഗ്രഹിക്കുന്നവൻ. കോപത്തെ നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അപ്പം നമുക്ക് മനസ്സിലാകും. കോപം ഉണ്ടാകുമ്പോൾ അവൻ ഗുണകാര്യങ്ങളെ സകല കാര്യങ്ങളായ നമുക്ക് ഹിതങ്ങളായ കാര്യങ്ങളെല്ലാം ആ സകല വൃത്തികളെയും അതിക്രമിക്കുവാൻ സമർത്ഥനാകും. ഈ കോപം അടക്കുന്നവൻ ഒരു പാവമാണെന്ന് കരുതരുത്. ഒന്നും അറിയാൻ മേലാത്തവൻ, അവനൊരു പാവത്താനാണ്, അവനങ്ങനെ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല എന്നല്ല ധരിക്കേണ്ടത്. അവന് ഇന്ദ്രിയങ്ങളെ ജയിക്കാനും അതുപോലെ തന്നെ എല്ലാ വൃത്തികളെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏത് വൃത്തിയാണോ എന്ന് വെച്ചാൽ ഏത് കാര്യമാണോ നമുക്കിപ്പോൾ തോന്നിക്കുന്നത്, ആഗ്രഹം, കാമങ്ങൾ, അതുപോലെ തന്നെ ദേഷ്യം, സങ്കടം, നിരാശ, അതൊക്കെ അതിനെ അതിക്രമിക്കാൻ പറ്റിയവനാണ് എന്ന് മനസ്സിലാക്കുക. ആര്? അതിനെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നവൻ, ദേഷ്യത്തെ അടക്കുന്നവൻ. ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ദേഷ്യത്തെ അടക്കുന്നത്. നമുക്ക് പൊട്ടിത്തെറിച്ച് പോകുന്ന സമയങ്ങളുണ്ടാകും.
അത് നമ്മൾ അങ്ങനെ അല്ലാതെ ആകുന്നത് അവൻ്റെ മണ്ടത്തരം കൊണ്ടാണെന്ന് ധരിക്കരുത്. അതാണ് ഒരു വിദ്വാൻ്റെ അറിവിൽ ഉള്ളവൻ്റെ ലക്ഷണമാണത്, ശാന്തത. അത് നമ്മൾ രാമായണത്തിൽ പറയുന്നുണ്ടല്ലേ, ലക്ഷ്മണോപദേശത്തിനകത്ത് ശ്രീരാമൻ പറയുന്നുണ്ട്, അത് ക്രോധം അരുതെന്ന്, ക്രോധം നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. ക്രോധം ത്യജിക്കുക അതാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും പറയുന്നുണ്ട്. നമ്മൾ ഈ ക്രോധം ഉണ്ടാകുന്നവർ, കൂടെ ക്രോധം ഉണ്ടാകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ക്രോധം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ പലതും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക, സ്വയം ഒന്ന് കണ്ടെത്തുക. അപ്പോൾ ഒന്നുകിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധ തിരിക്കുക, അല്ലെങ്കിൽ ആ പറഞ്ഞത് നമ്മൾ അതെന്തോ പറഞ്ഞു അത് കേട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരുമായിരുന്നോ എന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. വരികയില്ലായിരുന്നു. കേട്ടിട്ടല്ലേ ഇതൊക്കെ ദേഷ്യം വന്നത്, കേട്ടിട്ടില്ലെന്നങ്ങ് ധരിക്കുക. അതെൻ്റെ മനസ്സിലും വന്നിട്ടില്ല, എൻ്റെ പുറമേ എൻ്റെ ചെവി അപ്പോൾ അടഞ്ഞിരിക്കുകയായിരുന്നു, ഞാനിത് കേട്ടിട്ടില്ലെന്ന് ഉള്ള രീതിയിലിരിക്കുക. അപ്പം മറ്റേ ആളിന് ഒട്ട് തോന്നത്തുമില്ല. ആളിനോട് നിസ്സംഗമായിട്ട് നമ്മൾ പറയുമ്പോൾ ആളിനും തോന്നുന്നില്ല ഇയാൾ എന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല എന്ന് ഓർക്കും, പൊട്ടനാണോ എന്ന് ഓർക്കും. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നിൽക്കാം. അലം ദഗ്ധൈർ ദ്രുമൈർ ദീനൈഹി ഖിലാനാം ശിവമസ്തുവഹ വാർഷി വൃക്ഷങ്ങളുടെ പുത്രിയായ വാർഷി ഹ്യേഷ വരാ കന്യ പത്നി ത്വേ പതിഗൃഹ്യതാം. അലം ദഗ്ധൈർ ദ്രുമൈർ ദീനൈഹി ഖിലാനാം ശിവമസ്തുവഹ വാർഷി ഹ്യേഷ വരാ കന്യ പത്നി ത്വേ പ്രതിഗൃഹ്യതാം. ദഗ്ധൈ നാദ്യം എടുക്കണം. അപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ട വൃക്ഷങ്ങൾ, ദീനങ്ങളായ വൃക്ഷങ്ങളെ കൊണ്ട് അല്ല മതി. ഖിലാനാം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളും ശിവം അസ്തു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. വാർഷി വൃക്ഷങ്ങളുടെ പുത്രിയായ വരാഹി ഏഷ കന്യ, യോഗ്യയായ ഈ കന്യക, ഏഷ കന്യ, ഈ സ്ത്രീ, ഈ കന്യകയായ സ്ത്രീയെ പത്നിത്വേ ഭാര്യാസ്ഥാനത്തിൽ പ്രതിഗ്രഹിക്കപ്പെട്ടാലും ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ അചേതനങ്ങളായിട്ടുള്ളതും ചേതനയില്ലാത്തതായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രതികാര അസമർത്ഥങ്ങളുമായ ഈ വൃക്ഷങ്ങളെ ദഹിപ്പിച്ചത് മതി. അവർ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ, അവരൊന്നും ചെയ്യുന്നില്ല, അചേതനങ്ങളാണ്, നടക്കാനൊന്നും പറ്റുകയില്ല. അങ്ങനെയുള്ള ബാക്കിയുള്ള വൃക്ഷങ്ങൾക്കും നിങ്ങൾക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒക്കെ ചന്ദ്രൻ പറഞ്ഞു നോക്കിയിട്ട് അടങ്ങാതിരിക്കുന്ന അവരെ അടക്കുവാനായിട്ട് ദാനം എന്ന ഉപായം സ്വീകരിച്ചു. ദാനം, ഭേദം ദണ്ഡെന്നൊക്കെ നമ്മൾ പറയില്ല, ദാനം അർത്ഥം കാമം എല്ലാം എന്തോ പറയുമല്ലോ, ഇങ്ങനെ ഭേദം ദണ്ഡം ഇതെല്ലാം പ്രയോഗിച്ച് നോക്കിയിട്ടെന്ന് പറയുന്ന പോലെ ഏറ്റവും അവസാനം ദണ്ഡമെന്ന് പറയുന്നത് ദാനമുള്ള ഉപായം സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഈ കന്യക ഈ വൃക്ഷപുത്രിയാകുന്നു, ഈ സ്ത്രീയെ, ഈ കുട്ടി വൃക്ഷപുത്രിയാണ്, ഈ വൃക്ഷങ്ങളുടെ പുത്രിയാണ്. അപ്പോൾ അവളെ ഈ കന്യകയെ നിങ്ങളുടെ ഭാര്യയായിപ്പം യോഗ്യയായ ഇവളെ സ്വീകരിക്കാൻ. അപ്പോൾ പെട്ടില്ലേ, ഭാര്യയുടെ അച്ഛനെയും അമ്മയൊക്കെ കൊല്ലുന്ന ദോഷമല്ലേ മാതാപിതാക്കളെ, അപ്പോൾ അങ്ങനെ ആകാൻ പറഞ്ഞു. അങ്ങനെ അതിനകത്ത് തിരുത്താനൊന്നുമില്ല കേട്ടോ. അലം ദഗ്ധൈർ ദ്രുമൈർ ദീനൈഹി ഖിലാനാം ശിവമസ്തുവഹ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം മസ്തു, മംഗളം ഭവിക്കട്ടെ. വാർഷി ഹ്യേഷ വരാകന്യ പത്നി ത്വേ പ്രതിഗൃഹ്യതാം. ഇത്യാമന്ത്ര്യ വരാരോഹാം കന്യാം ആപ്സരസീം നൃപ സോമോ രാജായയൗ ദത്വാ തേ ധർമ്മേണോപയേമിരേ. ഇത്യാമന്ത്ര്യ ഇങ്ങനെ ആമന്ത്രിച്ചിട്ട് അപ്സരസിൻ്റെ പുത്രി ആപ്സരസീം, കണ്ടോ ഈ കന്യാം ആപ്സരസീം, അസീം എന്നുള്ളത് അങ്ങനെ തന്നെ പറയണം. കന്യാം ആപ്സരസീം നൃപ, ആ കന്യയായ ആപ്സരസിൻ്റെ പുത്രിയായ വരാരോഹാം കന്യാം, ആ ശ്രേഷ്ഠ കന്യകയെ ദത്വ നൽകിയിട്ട്, ദാനം ചെയ്തിട്ട് രാജാവേ അവർ ധർമ്മപ്രകാരം ഉപയേമിരെ വിവാഹം ചെയ്തു. അങ്ങനെ അവളെ ഏകപത്നിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ആര്? നമ്മുടെ പ്രചേതസ്സുകൾ, മരീചി അങ്ങനെ അങ്ങ് വരും. എനിക്ക് പ്രചേതസ്സുകൾ എന്നുള്ള ഈ ചായ ഉള്ളതുകൊണ്ടായിരിക്കും. പ്രചേതസ്സുകൾ അവരെയാണ് 10 പേര്, അവരൊന്നായിട്ടാണ് കരുതുന്നത്, ഒന്നായിട്ടാണ് അവരെ കൂട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു പത്നിയേ ഉള്ളൂ. അത് പാഞ്ചാലി മാത്രമല്ല കേട്ടോ, അതിന് മുമ്പേ ഉള്ളതാണ്. ഈ 10 പേർക്ക് പ്രചേതസ്സുകൾക്ക് ഒരു ഭാര്യയേ ഉണ്ടായിരുന്നുള്ളൂ.
പ്രംളോജ എന്ന പേരായ ഇപ്രകാരം പറഞ്ഞിട്ട് പ്രംളോജ എന്ന പേര് അത് പേര് നമ്മൾ പിന്നീട് പറയുന്ന പ്രംളോജ എന്ന പേരായ അപ്സര സ്ത്രീയുടെ പുത്രിയായ ഉത്തമ മാരിഷ എന്നാണ് തോന്നുന്നവരുടെ പേര്, ഈ പുത്രിയുടെ പേര്. ഉത്തമ കന്യകയെ രാജാവായ ചന്ദ്രൻ പ്രജേതസ്സുകൾക്ക് നൽകിയിട്ട് അവിടുന്ന് പോയി. ഈ പ്രംളോജയുടെ എന്നുള്ള കന്യാം ആപ്സരസിയും അപ്സരസിൻ്റെ പുത്രിയാന്ന് പറയുന്നുണ്ട്. ആ അപ്സരസിൻ്റെ പുത്രിയായ ഈ കുട്ടിയെ നൽകിയിട്ട് ഈ പ്രജേതസ്സുകൾക്ക് നൽകിയിട്ട് ചന്ദ്രൻ സ്ഥലം വിട്ടു. യഥാ സസർജ ഭൂതാനി ദക്ഷോ ദുഹിതൃവത്സല രേതസാ മനസാ ചൈവ തൻ മമാവഹിത ശൃണു. ദുഹിതൃവത്സല പുത്രിമാരിലധികം വാത്സല്യമുള്ള ദക്ഷൻ രേതസ് കൊണ്ടും മനസ്സുകൊണ്ടും ഭൂതങ്ങളെ യഥാസസർജ എങ്ങനെ സൃഷ്ടിച്ചുവോ അതുപോലെ എന്നിൽ നിന്ന് ആവഹിത ശ്രദ്ധായുക്തനായിട്ട് കേട്ടാലും. ഇത് പുത്രിമാരിൽ വത്സലനായ ദക്ഷൻ മനസ്സുകൊണ്ടും രേതസ് കൊണ്ട് സൃഷ്ടിച്ച പ്രകാരത്തെ ഞാൻ പറയാം, ശ്രദ്ധയായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞു. മനോസൈവ ആസൃജത് പൂർവം മനസൈവ ആസൃജത് പൂർവം പ്രജാപതിരിമ പ്രജാഹ ദേവാസുര മനുഷ്യാദി നഭ സ്ഥല ജല ഔകസഹ. മനസൈവ ആസൃജത് പൂർവം മനസ ഏവ അസൃജത് പൂർവം പ്രജാപതിരിമ പ്രജാഹ ദേവാസുര മനുഷ്യാദീൻ നഭ സ്ഥല ജല ഔകസഹ. ആദ്യം പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ്, പ്രജാപതി ദക്ഷൻ നഭസ്ഥല ജലൗകസ ആകാശം ഭൂമി ജലം ഇവിടെ വസിക്കുന്നവരായ മനുഷ്യന്മാരെയും ദേവന്മാരെയും അസുരന്മാരെയും പ്രജകളെ മനസ്സുകൊണ്ട് തന്നെ സൃഷ്ടിച്ചു. ദക്ഷൻ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും വസിക്കുന്ന ആരെയൊക്കെയാ? ദേവന്മാരെ, അസുരന്മാരെ, മനുഷ്യർ മുതലായവയെ പ്രജകളെ സങ്കല്പത്താൽ തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. തമബൃംഹിതമാലോക്യ പ്രജാസർഗം പ്രജാപതി വിന്ധ്യപാദാൻ എന്നാണ്. വിന്ധ്യപാദങ്ങളെ ഉപഭ്രജ്യ പ്രാപിച്ചിട്ട് സോചരത് ദുഷ്കരം തപഃ. തം അബൃംഹിതമാലോക്യ പ്രജാസർഗം. ആ പ്രജാസൃഷ്ടിയെ, പ്രജാസർഗത്തെ അബൃംഹിതം വർദ്ധിക്കാത്തതായിട്ട് കണ്ടിട്ട്, ഇങ്ങനെ സങ്കല്പം കൊണ്ടുണ്ടായി, പക്ഷെ അത് വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പം അബൃംഹിതം വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ദക്ഷൻ, ആ പ്രജാപതിയായ ദക്ഷൻ വിന്ധ്യാന്നില്ല കേട്ടോ, വിന്ധ്യപാദങ്ങളെ പ്രാപിച്ചിട്ട് ദുഷ്കരം കഠിനമായ തപസ്സിനെ അനുഷ്ഠിച്ചു ദക്ഷൻ. തത്ര ആഖമർഷണം നാമ തീർത്ഥം പാപഹരം പരം ഉപസ്പൃശ്യാനുസവനം തപസാ തോഷയത് ഹരിം. അതാണ് അതോഷയത് സന്തോഷിപ്പിച്ചു. അതോഷയത് ഹരിം. അതോഷയത് നവാക്ക് കേട്ടോ. തത്ര അവിടെ പാപഹരം പാപങ്ങളെ ഇല്ലാതാക്കുന്നതും പരം ശ്രേഷ്ഠവുമായ അഖമർഷണം നാമതീർത്ഥം. അഖമർഷണം എന്ന പേരായ ഒരു തീർത്ഥമുണ്ട്, പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതായിരിക്കും. അനുസവനം മൂന്ന് സന്ധ്യകളിലും ഉപസ്പൃശ്യ അതിൽ സ്നാനം ചെയ്തിട്ട് തപസ് കൊണ്ട് ഹരിയെ അതോഷയത് സന്തോഷിപ്പിച്ചു. അസ്തൗഷീദ് ഹംസഗുഹ്യേന ഭഗവന്തമധോക്ഷജം തുഭ്യം തദഭിധാസ്യാമി കസ്യാ തുഷ്യത് യതോ ഹരിഹി. അസ്തൗഷീദ് ഹംസഗുഹ്യേന, അങ്ങനെ തന്നെ അത് എഴുതണേ, ഹംസ നാക്യോ. അസ്തൗഷീദ് ഹംസ, അതൊരു ഇതാണ്. ഹംസഗുഹ്യേന ഭഗവന്തമധോക്ഷജം തുഭ്യം തദഭിധാസ്യാമി കസ്യാ തുഷ്യത് യതോ ഹരിഹി. അധോക്ഷജ ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാതിരിക്കുന്ന ഭഗവാനെ ഹംസഗുഹ്യത്താൽ അസ്തൗഷീത് സ്തുതിച്ചു.
യഥ യാതൊന്നിനാൽ ഹരിഹി ഭഗവാൻ കസ്യ പ്രജാപതിയെക്കുറിച്ച് അതുഷ്യത് സന്തോഷിച്ചു. അതിനെ അങ്ങയെക്കൊണ്ട് അഭിതാസ്യാമി അഭിദാനം ചെയ്യുന്നു. അങ്ങയെക്കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാതിരിക്കുന്ന ആ ഭഗവാനെ ഹംസഗുഹ്യം എന്നു പേരായ സ്തോത്രം, ഹംസഗുഹ്യം എന്ന് പേരായ സ്തോത്രം അതൊന്ന് എഴുതി വെച്ചോണം. ഹംസഗുഹ്യം എന്ന് അതുകൊണ്ട് സ്തുതിച്ചു. അതിനാൽ ഭഗവാൻ ദക്ഷൻ്റെ പേരിൽ വളരെയധികം സന്തോഷിച്ചു. ആ സ്തോത്രം അങ്ങേക്ക് ഞാൻ ഉപദേശിക്കാം. അതാണ് അടുത്ത 23 തൊട്ട് ഉള്ള ശ്ലോകങ്ങളിൽ വരുന്നത്. ഹരി ഓം.